ഡാക്കുട്ട, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം ഇഷ്ട വിഭവം സാമ്പാറാണ്. ഡാക്കുട്ട, കേൾക്കുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയേക്കാം. പക്ഷേ ഞാനിതാ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുതരാം. റെഡിയല്ലേ? ഒരു പാത്രമെടുത്ത് ആദ്യമായിട്ട് നമുക്ക് കുറച്ച് പരിപ്പ് വേണം. ഏകദേശം 1 കപ്പ് പരിപ്പ് കഴുകി കുക്കറിലിടാം. കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു കായവും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 3-4 വീസിൽ വരുന്നവരെ വേവിക്കാം. പരിപ്പ് നന്നായി വെന്താലേ സാമ്പാറിന് നല്ല രുചിയുണ്ടാവും. ഓർത്തോ, ഇനി നമുക്ക് കുറച്ച് പച്ചക്കറികൾ എടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം. ഞാനിവിടെ വെണ്ടയ്ക്ക, ക്യാരറ്റ്, മുരിങ്ങക്കായ, സവാള, തക്കാളി, പിന്നെ കുറച്ച് മത്തങ്ങ എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഇവയെല്ലാം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. കണ്ടോണേ, ഇന്ന് മറ്റു കളിച്ച് പാത്രമെടുത്ത് ഞാൻ ഇങ്ങനെയാണ് മുറിച്ചിരിക്കുന്നത്. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഇനി നമുക്ക് താളിക്കാൻ തുടങ്ങാം. ചീനച്ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിടാം. കടുക് പൊട്ടുമ്പോൾ ഉണക്കമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് ഉലുവ എന്നിവ ചേർത്ത് നന്നായി മൂപ്പിക്കുക. ഈ താളിപ്പാണ് നമ്മുടെ സാമ്പാറിന് നല്ലൊരു മണം കൊടുക്കുന്നത്. താളിച്ചതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് ഇനി നമ്മൾ മുറിച്ചുവെച്ച പച്ചക്കറികളെല്ലാം ഈ താളിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1-2 മിനിറ്റ് നേരം വഴറ്റുക. പച്ചക്കറികൾ ചെറുതായി വാടുമ്പോൾ 1 ടീസ്പൂൺ മുളകുപൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. പമ്മത്തെരിക്കുന്ന പച്ചക്കറി പരിപ്പ് ചേർത്ത് പച്ചക്കറികളുടെ പച്ചമണം മാറിയ ശേഷം നമ്മൾ വേവിച്ചു വെച്ച പരിപ്പ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. കുറുകിയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. പുളിവെള്ളം ചേർത്ത് ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കാം. ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് അതിന്റെ വെള്ളമാണ് ചേർക്കേണ്ടത്. പുളിവെള്ളം ഒഴിക്കുമ്പോൾ സാമ്പാറിന് ഒരു പ്രത്യേക രുചി വരും. സാമ്പാർ പൊടി ചേർത്ത അവസാനമായി നമുക്ക് കുറച്ച് സാമ്പാർ പൊടി ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്താൽ മതിയാകും. സാമ്പാർ പൊടി ചേർത്ത ശേഷം നന്നായി ഇളക്കി ഒരു 5 മിനിറ്റ് നേരം തിളപ്പിക്കുക. മല്ലിയില തൂവി നമ്മുടെ സാമ്പാർ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമല്ലിയില അരിഞ്ഞത് തൂവിയാൽ നല്ലൊരു മണവും രുചിയുമുണ്ടാകും.